നമസ്കാരം. ഞങ്ങളുടെ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജെസ്സി ഗോവിന്ദൻ, നിങ്ങളുടെ വിശ്വസ്ത പ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്ന് ഇന്ത്യയിലെ ജനപ്രിയമായ ഒരു നിക്ഷേപ ഓപ്ഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, PPF എന്നറിയപ്പെടുന്നു. ഈ ഫണ്ടിൻ്റെ സവിശേഷതകൾ, ആനുകൂല്യങ്ങൾ, കൂടാതെ എങ്ങനെ ഇതിനെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ടൂളാക്കാം എന്നൊക്കെ നമുക്കിവിടെ പരിശോധിക്കാം. എന്താണ് PPF? പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇന്ത്യ സർക്കാർ പിന്തുണയുള്ള ദീർഘകാല നിക്ഷേപ ഓപ്ഷനുകളിൽ ഒന്നാണിത്. ഇത് സുരക്ഷവും ആകർഷകവുമായ പലിശ നിരക്കും നികുതി ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് PPF അക്കൗണ്ട് തുറക്കാനുള്ള അനുമതിയുണ്ട്. NRIs, HUF അവർക്കൊന്നും ഇതിനുള്ള അർഹതയില്ല. ഒരു PPF അക്കൗണ്ട് ഒരു വ്യക്തിക്ക് തനിയെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേരിൽ തുറക്കാവുന്നതാണ്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 15 വർഷമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 5 വർഷം വീതം നമുക്ക് നീട്ടിയെടുക്കാവുന്നതാണ്. മാക്സിമം 50 വർഷം. കുറഞ്ഞ വാർഷിക നിക്ഷേപം എന്ന് പറയുന്നത് 500 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപയും ഒരു വർഷത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിക്ഷേപങ്ങൾ ഒരു തവണയായിട്ടോ അല്ലെങ്കിൽ 12 മാസ തവണകളായിട്ടോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് സർക്കാരാണ് നിശ്ചയിക്കുന്നത്. അത് 3 മാസം കൂടുമ്പോൾ അത് പരിഷ്കരിക്കുന്നു. നിലവിലെ പലിശ നിരക്ക് അനുസരിച്ചിട്ടുള്ള പല ഇതിൽ വ്യത്യാസങ്ങൾ വരാം. അതായത് ഒരു സ്ഥിരമായ ഒരു റിട്ടേൺ എന്ന് പറയാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഇവിടെ ഓരോ പ്രാവശ്യവും ഗവൺമെൻറ് നിശ്ചയിക്കുന്ന പലിശ നിരക്കായിരിക്കും ഇതിന് ബാധകമാകുന്നത്. എന്നാൽ നികുതി ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നുമുണ്ട്. PF-ൽ നിക്ഷേപിക്കുമ്പോൾ ഇൻകം ടാക്സ് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ പലിശ വരുമാനം വന്നാൽ അത് ഒരു നികുതി ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. PPF-ൽ നിക്ഷേപിക്കുമ്പോഴുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു സുരക്ഷയും അതുപോലെ വിശ്വാസയോഗ്യതയുമുള്ള ഒന്നാണ്. കാരണം സർക്കാരിൻ്റെ പിന്തുണയുള്ള പദ്ധതി ആയതിനാൽ തന്നെ ഇതൊരു സുരക്ഷയുള്ളതാണ്, ഉറപ്പുള്ളതാണ്. അതിൻ്റെ റിട്ടേൺ ഉറപ്പുള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പലിശ നിരക്കിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അതിൻ്റെ റിട്ടേണിനും ബാധിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഈ PPF എന്ന് പറയുന്നത്. സാധാരണക്കാരന് പോലും ഇതിൽ ചേരാം എന്നുള്ളത് ഒരു വലിയ ബെനിഫിറ്റ് തന്നെയാണ്. ഇതിൻ്റെ പലിശ വാർഷികമായിട്ടാണ് ഇതിനകത്ത് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു മാസത്തിൻ്റെ 5-ാം ദിവസവും അല്ലെങ്കിൽ അവസാന ദിവസവും ഇടയിലുള്ള ആ ഒരു നിക്ഷേപത്തിൻ്റെ ബാലൻസ് നോക്കിയിട്ടാണ് ഇതിൽ പലിശ കണക്കാക്കുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ നിക്ഷേപിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു 15 വർഷം കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൽ റിട്ടേൺ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ഇടയ്ക്ക് പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ നമുക്ക് കിട്ടുന്ന റിട്ടേണിന് അതിന് നമ്മൾ നികുതി കൊടുക്കേണ്ടതുണ്ട്. ഇനി കുറഞ്ഞ ഒരു വാർഷിക സംഭാവന ഉണ്ട്. അതിന് ഒരു 500 രൂപ എന്ന് പറഞ്ഞു. ആ ഒരു 500 രൂപ അടച്ചില്ലെങ്കിൽ അവിടെ ചില പെനാൽറ്റി അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു നിക്ഷേപം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്തേക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മൾ കൃത്യമായ രീതിയിൽ അത് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ബെനഫിറ്റ് ചിലപ്പോൾ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന് വരും. അപ്പോൾ നികുതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ നികുതി വരുന്നില്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ പെൻഷൻ എന്ന് പറയുന്നത് അതനുസരിച്ചിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളൊരു റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത്തരം ഒരു പദ്ധതിയിൽ ചേരുമ്പോൾ അത് റെഗുലറായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകാനും അതിൽ നിന്നും വിഡ്രോ ചെയ്യാതെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണ്. അത് ഒരു ശക്തമായതും സുരക്ഷിതമായുള്ള റിട്ടേൺ കിട്ടുന്നതുമായ ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഈ
കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ തുകയിൽ നിന്നും ഏറ്റവും മാക്സിമം നമ്മൾ അതിൻ്റെ ആ ഒരു മാക്സിമം അടയ്ക്കാവുന്ന എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് നമുക്ക് ആവശ്യമായ ഒരു ഫണ്ട് ഇതിൽ നിന്നും കണ്ടെത്താൻ ചിലപ്പോൾ സാധിച്ചേക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനൊപ്പം എന്നോടൊപ്പം ഉണ്ടായതിന് നന്ദി. PPF കുറിച്ചുള്ള വിലയേറിയ അറിവുകൾ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് വ്യക്തിപരമായ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഉപദേശം ആവശ്യമാണെങ്കിൽ എപ്പോഴും ഞാനിവിടെ ഉണ്ട്, എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.